രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. ഫസ്റ്റ് കിങ് ചാപ്റ്റർ 18 വേഴ്സ് 22, 23, 24 വാക്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. വായിച്ചു കേൾക്കാം. അവനോട് ഉത്തരം ഒന്നും പറഞ്ഞില്ല. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത് യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. ബാലിന്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. ഞങ്ങൾക്ക് 2 കാളയെ തരട്ടെ. 450 അശേരയുടെ 400 പ്രവാചകന്മാർ, മൊത്തം 850 പ്രവാചകന്മാരുണ്ട്. ഞങ്ങൾക്ക് 2 കാളയെ തരട്ടെ. ഒരു കാളയെ അവർ തിരഞ്ഞെടുത്തു. കണ്ണം കണ്ണമായി തീ ഇടാതെ വിറകിന്മേൽ വയ്ക്കട്ടെ. മറ്റേ കാളയെ ഞാനും ഒരുക്കി തീ ഇടാതെ വിറകിന്മേൽ വയ്ക്കാം. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ. ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം തന്നെ ദൈവം എന്ന് ഇരിക്കട്ടെ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. എലിയ പ്രവാചകൻ പറയുക, നിങ്ങൾ 450 850 പ്രവാചകന്മാരുണ്ട്. ഞാൻ ദൈവത്തിന്റെ പ്രവാചകനാ, ഒറ്റയ്ക്കേ ഉള്ളൂ. 2 കാളകളെ തരാം. തീയിടാതെ യാഗപീഠം വെക്കണം. കണ്ണമായി നുറുക്കി കാളകളെ വെക്കണം. സ്തോത്രം. ഇവിടെയും വെക്കണം, ഇപ്പുറത്തും വെക്കണം. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ദേവനെ വിളിക്കണം. എലിയ പറയാ, തീ കൊണ്ട് ഉത്തരമരുളുന്നവൻ ദൈവമാണെന്നിരിക്കട്ടെ. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. രാവിലെ മുതൽ ഉച്ചവരെ വിളിച്ചിട്ടും അവരുടെ യാഗപീഠത്തിൽ തീ ഇറങ്ങിയില്ല. എലിയ പറഞ്ഞു, എന്നാ നോക്കിക്കോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന്, സ്തോത്രം, ഈ യാഗപീഠത്തെ വെള്ളം കോരി ഒഴിച്ചു. എന്തിനാണെന്നറിയാമോ? സ്തോത്രം, ഇത് അല്ലാത്തൊരു തീ അല്ലെന്ന് കാണിക്കാനാ. വെള്ളം യാഗപീഠത്തിന് ചുറ്റും തോട് പോലെ ഒഴുകി. ഏലിയാവ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ നടുവിൽ സ്വർഗത്തിലെ അഗ്നി യാഗപീഠത്തിൽ കത്തി. മണ്ണ് വരെ ദഹിപ്പിച്ചു കളഞ്ഞു. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം, നീ ഒരാൾ മതി. 850 കള്ളപ്രവാചകന്മാരുടെ വെല്ലുവിളിയെ തടയാൻ 1000 പേര് വേണ്ട. ദൈവത്തിന്റെ പ്രവാചകനായി നീ ഒരാൾ മതി. ഓ ഹല്ലേലൂയ. ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിന്റെ അകത്ത് ചില കൃപാവരങ്ങൾ നിറയണം. നീ ദൈവത്തിന്റെ പ്രവാചകനായി മാറണം. നിനക്ക് ശുശ്രൂഷകൾ ദൈവം തരട്ടെ. ഇനി പുതിയ നിയമത്തിലോട്ട് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരിക. ഒരിക്കല് സ്തോത്രം, അരാം രാജാവ് ഇസ്രായേലിനോട് യുദ്ധം ഉണ്ടായപ്പം എലീശാ പ്രവാചകന്റെ കാലം. അപ്പം എലീശാ പ്രവാചകൻ ഇസ്രായേലിന്റെ രാജാവിനോട് പറഞ്ഞത്, PMG ഇങ്ങോട്ട് വരുന്ന വഴി അടച്ചേക്കാൻ പറഞ്ഞു. രാജാവ് അയലെയാ വരുന്നത്. രാജാവ് വന്നപ്പം അവിടം ബ്ലോക്കാ. രാജാവ് പിറ്റേന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, സ്തോത്രം, വെള്ളയമ്പലം വഴി വരാം. അന്നേരം പ്രവാചകൻ പറഞ്ഞു, വെള്ളയമ്പലം ബ്ലോക്ക് ചെയ്തേക്കാൻ പറഞ്ഞു. രാജാവ് കൊട്ടാരത്തിൽ ചെന്നിച്ച് പറഞ്ഞു, ഇവിടെ ചാരന്മാരുണ്ട്. നമ്മൾ ഇന്നല്ല വൈകിട്ട് ആലോചിച്ച കാര്യം എങ്ങനോ അവരറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ചാരനൊന്നുമല്ല, നീ ഇവിടെ എന്നാ പറഞ്ഞാലും അതവിടെ വെളിപ്പെടുന്ന ഒരു പ്രവാചകനുണ്ട്. നീ വീട്ടിൽ പറയുന്ന കാര്യം, കൊട്ടാരത്തിൽ പറയുന്ന കാര്യം പ്രാർത്ഥിക്കുന്നവന്റെ മുറി കേൾക്കാം. ഒരാമയും വരുന്നില്ല. ഞാനൊരു ദൂത് പറയാ, ഇന്ന് ശത്രുപാളയം അറിയാൻ പോവുക നിന്റെ മേൽ അഭിഷേകം ഉണ്ടെന്ന്. നിന്റെ എതിരാളി യേശുവിന്റെ നാമത്തില് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ചില രഹസ്യങ്ങൾ വെളിപ്പെടുകയാ, ചില ഭാവിയുടെ അവസ്ഥകൾ യേശുവിന്റെ നാമത്തില്. ഇനി ആരാധന തീരുന്നതിന് മുമ്പ് നീ പോകേണ്ട റൂട്ട് ദൈവം തെളിയിക്കുക, നീ പോകേണ്ട വഴി ദൈവം തെളിയിക്കുക. ഒരു പ്രവാചക അഭിഷേകം. രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്തു, അങ്ങനെയാണെങ്കിൽ യുദ്ധം പിന്നെ മതി, ഈ വെളിപ്പാട് പിടിക്കുന്നവനെ ബന്ധിക്കാൻ പറഞ്ഞു. രാത്രി എലീശ കിടന്നുറങ്ങുമ്പോൾ അരാം സൈന്യം വന്ന് എലീശയുടെ വീട് വളഞ്ഞു. സ്തോത്രം. രാവിലെ എഴുന്നേറ്റപ്പോൾ ശത്രു മുഴുവൻ വന്ന് കൂടി നിൽക്കുക. രാവിലെ എലീശയ്ക്ക് ഒരു ശിഷ്യനുണ്ട്, പേര് പറയാ, ഗേഹസി. പുള്ളി വെളി വന്ന് നോക്കിയപ്പോൾ ശത്രു വന്ന്, അയ്യോ പ്രവാചക, ഒറ്റ ഓട്ടം പറഞ്ഞു ചെഞ്ഞുവാ. ശത്രു ഇനി വരാൻ പറഞ്ഞു, മുട്ടുകുത്താൻ പറഞ്ഞു.
ചിലരുടെയൊക്കെ തലേ കൈവെക്കേണ്ട സമയം അതിക്രമിച്ചേക്കുക. മുട്ടുകുത്താൻ പറഞ്ഞു. മുട്ടുകുത്തി ഒരൊറ്റ പ്രാർത്ഥന, കർത്താവേ ദൈവത്തിന്റെ സൈന്യത്തെ കാണാൻ ഇവന്റെ കണ്ണ് തുറക്കണേ. എന്നിട്ട് അവൻ തിരിച്ചുപദേശിയെ നോക്കിയപ്പോ ഒരു കാഴ്ച, അഗ്നി രഥങ്ങൾ കൊണ്ട് മല നിറഞ്ഞു നിൽക്കുന്നു. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. കണ്ടോ, നിന്റെ എതിരാളി നിന്നോട് അടുക്കാത്തത് നിന്റെ വീട്ടുപേരിന്റെ നീളം കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ കാവൽ നിനക്ക് ചുറ്റും ഇറങ്ങി നിൽക്കുന്നത് കൊണ്ടാ. എത്ര പേര് അതിന് ആമീൻ പറയും? അഗ്നി രഥങ്ങൾ അവന്റെ മല കൊണ്ട് നിറഞ്ഞു. ഓ, എത്ര പേര് ആമീൻ പറയും? ഹല്ലേലൂയ. ഞാനോട് ദൂത് പറയാം, ഒരു വഴിയായി വന്ന ശത്രു 7 വഴിയായി ഓടുന്ന ദിവസങ്ങൾ വരികയാ. ഓ, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും. എന്താ കാര്യം? നിന്റെ ആത്മക്കണ്ണ് തുറക്കട്ടെ. ഒരു പ്രവാചക അഭിഷേകം ഈ ശുശ്രൂഷയില് നിന്റെ അകത്ത് ഇതുവരെ വെളിപ്പെടാത്ത അഭിഷേകം, നിന്റെ തലയിൽ ഒഴിച്ച അഭിഷേക തൈലം, നിന്റെ താടി വഴി വസ്ത്രത്തിന്റെ വെളിമ്പ് വരെ. ഓ, നിന്നെ ഇളക്കാൻ പലരും എഴുന്നേറ്റിട്ടുണ്ട്, നീ ഇളകരുത്. നിന്നെ തകർക്കാൻ പലരും എഴുന്നേറ്റുണ്ട്, നീ തകരല്ലേ. യേശുവിന്റെ നാമത്തില് അവരൊന്നും പറയുന്ന നീ കേൾക്കരുത്. നീ കോൺസെൻട്രേഷൻ ചെയ്തോണം. എനിക്ക് കൃപാവരം വേണം, എനിക്ക് വെളിപ്പാട് വേണം, എനിക്ക് പ്രവചിക്കണം. ഇനി പ്രവാചക അഭിഷേകത്തെ കുറിച്ച് ഞാൻ ഒന്ന് പറയാം. ഇന്ന് ചിലര് ഇതിനകത്ത് കൃപാവരങ്ങൾ കൊണ്ട് നിറയാൻ പോവാ. പൗലോസ് പറയാ, ഏറ്റവും കൂടുതൽ വാഞ്ചിക്കണം എന്തിനു വേണ്ടി? പ്രവചനവരം. മോശെ ഒരിക്കൽ പറഞ്ഞു, എന്റെ ജനം എല്ലാവരും പ്രവാചകരായെങ്കിൽ കൊള്ളായിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഞാനും ആഗ്രഹിക്കുക ഈ സഭയിലുള്ളവരെല്ലാം. ഒന്നോർത്ത് നോക്കി, യോവേൽ പ്രവാചകൻ പറഞ്ഞു, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ പുത്രന്മാരും പുത്രിമാരും. ഓർത്തെ, നീ വീടിനടുത്ത് വാതിൽ ചെന്ന് കയറുമ്പോൾ മൂത്ത മോള് മേളിൽ നിറങ്ങി വരിക, ഡാഡി ഒരു ദർശനം പറയാനുണ്ട്. അമ്മി രണ്ടാമത്തെ മോള് ബെഡ്റൂമിൽ നിന്ന് വരിക, ഡാഡി ഒരു പ്രവചനമുണ്ട്. കണ്ടോ, ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്നെ കൃപകൾ കൊണ്ടും വരങ്ങൾ കൊണ്ടും നിറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുക. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ കർത്താവിൻ്റെ ആത്മാവ് പറയുക, നിനക്ക് പുതിയ കൃപാവരം തരാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതിന്ന് പകൽ ഇവിടെ ജ്വലിപ്പിച്ചിട്ട് എഴുന്നേറ്റ് പോകാവും. സ്തോത്രം. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. തന്റെ പ്രവാചകന്മാരായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. രഹസ്യം വെളിപ്പെടുത്താതെ. അതുപോലെ ഒരു വരവാ രോഗശാന്തി വരം. എന്തുവാ? ശരിക്കൊന്നും വേണ്ട. ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു കാര്യമാണ് രോഗശാന്തി വരം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, കുത്തിയിരുന്ന് പ്രാപീര്, നീ കൈവച്ച സൗഖ്യവും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, രോഗശാന്തി വരം അത് പ്രാപിക്കണം. ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുള്ള കാര്യമാണ് പറയും. ഇന്ന് പോകുന്നതിന് മുമ്പ് കൃപാവരത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. എത്ര പേർ ആമീൻ പറയും? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കൃപകളും വരങ്ങളും കൊണ്ട് നിറയണമെന്ന്? നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറണം. നിങ്ങളുടെ വീട് പ്രവാചകരുടെ വീടായി മാറണം. ആ ലെവലിൽ നിന്നെ അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ.